3 ലോകകപ്പുകളുടെ ഫൈനൽ കളിച്ചിട്ടും ഒരിക്കൽ പോലും കിരീടം നേടാത്തവർ എന്നൊരു ദൗർഭാഗ്യത്തിന്റെ പേരാണ് നെതർലാൻഡ് അറിയപ്പെടുന്നത്. എന്നാൽ മുൻപെങ്ങും ഇല്ലാത്ത വിധം പക്വതയും പരിചയസമ്പത്തുമായാണ് ഇത്തവണ അവർ ലോകകപ്പിനെത്തുന്നത്. ഇതിഹാസ താരങ്ങൾ ഉണ്ടായിരിക്കുക, ടോട്ടൽ ഫുട്ബോളിന്റെ വക്താക്കളെന്ന് വാഴ്ത്തപ്പെടുക, ലോകോത്തര നിലവാരമുള്ള താരങ്ങൾ എല്ലാ കാലത്തും ടീമിലുണ്ടാവുക. എന്നിട്ടും ഒരൊറ്റ തവണ പോലും ലോകകപ്പ് സ്വന്തമാക്കാൻ കഴിയാത്ത ടീമാണ് നെതർലാൻഡ്സ്. എക്കാലത്തെയും മഹാനായ കളിക്കാരിൽ ഒരാളാണ് യോഹാൻ ക്രൈഫ്. മാർക്കോ വാൻ ബാസ്റ്റൻ, റൂട്ട് ഗുള്ളിറ്റ്, ഡെന്നിസ് ബെർങ്കാംപ്, ആര്യൻ റോബൻ തുടങ്ങി ലോക ഫുട്ബോളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കളിക്കാർ കുറച്ചൊന്നുമല്ല അവർക്കുള്ളത്. 1974-ലും 1978-ലും പിന്നീട് ഒരിടവേളയ്ക്ക് ശേഷം 2010-ൽ റണ്ണറപ്പായതും 98-ൽ 4-ാം സ്ഥാനത്തും 2014-ൽ 3-ാം സ്ഥാനത്തെത്തിയതുമാണ് അവരുടെ മികച്ച നേട്ടങ്ങൾ. എന്തായാലും ഇത്തവണ ലോകകപ്പ് ഉറപ്പിച്ചാണ് നെതർലാൻഡ്സ് ടീം വരുന്നത്. ലോകോത്തരമാണ് അവരുടെ പ്രതിരോധ നിര. വെർജിൽ വാൻ ഡൈക്ക് പ്രതിരോധ നിരയുടെ നട്ടെല്ല് മാത്രമല്ല, ഏത് പ്രതിസന്ധിയിലും കൂളായി ടീമിനെ നയിക്കുന്ന നായകനുമാണ്. വാൻ ഡൈക്കിനൊപ്പം പ്രതിരോധ പടയാളികളായി മിക്കി വാൻ ഡീവൻ, നേതൻ അക്കെ, ജൂറിയൻ ടിംബർ, പിന്നെ ഡെൻസൽ ഡംഫ്രീസും ചേരുമ്പോൾ അവരുടെ പ്രതിരോധ നിര മികവുറ്റതാണ്. മധ്യനിരയിൽ കളിയുടെ താളം നിയന്ത്രിക്കാനും മാറ്റിമറിക്കാനും കഴിവുള്ള ഫ്രെങ്കി ഡി ജോങ്, പ്രതിരോധത്തിനും ആക്രമണത്തിനുമിടയിലെ പാലമാക്കാൻ കഴിവുള്ള ടിജാനി റെയിഞ്ചൻഡേഴ്സ്, ആക്രമണ നിരയിൽ കോഡി ഗാക്പോയും ഡോണൽ മാലനും, ഒപ്പം മെംഫിസ് ഡിപ്പെയും വൗട്ട് വെഗോസ്റ്റും കൂടുമ്പോൾ എന്തിനു പോന്ന ടീമായി അവർ മാറുന്നു. പരിചയസമ്പത്തും പുതുപ്രതിഭയും സമന്വയിപ്പിക്കുന്ന ടീമിനെയാണ് കോച്ച് റൊണാൾഡ് കോമാൻ വാർത്തെടുത്തിരിക്കുന്നത്. പരമ്പരാഗത ഡച്ച് ശൈലിയിൽ വേണ്ടത്ര ആധുനികത കലർത്തിയാണ് കോമാൻ ടീമിനെ സജ്ജമാക്കിയിട്ടുള്ളത്. സ്പോർട്സ് ഡെസ്ക്, കൈരളി ന്യൂസ്.